എന്തിനാണ് നമ്മൾ കൺവെൻഷനുകൾ ക്രമീകരിക്കുന്നത്? കൺവെൻഷനിൽ പ്രധാനമായും സംഭവിക്കേണ്ടതും ദൈവവചനം കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവവചനത്തെ നമ്മളൊരു നിലക്കണ്ണാടിയായിട്ടാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നതും. ആ വചന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ കാണുകയാണ്. കണ്ണാടി കാണാനല്ലല്ലോ, കണ്ണാടി നോക്കുന്നത് നമ്മുടെ മുഖം കാണാനാണ്. ആ മുഖത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ണാടി കാണുവോളവും തന്നുടെ മുഖം എത്രയും നല്ലതാണെന്ന് എത്രയും വിരൂപന്മാർ ചിന്തിക്കുന്നു. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ശരിയായിട്ട് അറിയാൻ ഒക്കുന്നത്. അതുകൊണ്ട് വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ പ്രതിഷ്ഠിച്ച് നമ്മെ നിർത്തി ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുന്നതിനുള്ള സമയമാണ് കൺവെൻഷനിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് കൺവെൻഷനിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയല്ല. കൺവെൻഷൻ ഈസ് നോട്ട് ഫോർ ലേണിംഗ് മോർ ആൻഡ് മോർ ന്യൂ തിങ്സ് about Bible, about the world. ബൈബിളിനെ കുറിച്ചും ലോകത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കാനുള്ള സമയമല്ല കൺവെൻഷൻ. മറിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള സമർപ്പണത്തിൻ്റെ സമയമാണ് കൺവെൻഷൻ സംബന്ധിക്കുന്നത്. ടൈം ഫോർ ട്രാൻസ്ഫർമേഷൻ. വചനം എന്ന സത്യം നമ്മളിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഈ വർഷത്തെ കൺവെൻഷൻ നമ്മെ കൂടുതൽ അറിയുന്നതിന് ഇടയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ആ ലോകത്തെ ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിലയിരുത്തുന്നത് സത്യാനന്തര ലോകമെന്നുള്ളതാണ്. സത്യാനന്തര ലോകം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും ബിരുദാനന്തര ബിരുദം. BA പഠിക്കുന്ന ഒരാൾ അത് കഴിഞ്ഞിട്ട് MA പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ് കുറച്ചുകൂടി ഉയർന്ന ആ വിഷയത്തിലുള്ള ആഴത്തിലുള്ള പഠനം നടക്കുന്നതാണ് ബിരുദത്തിനും അനന്തരമായ അപ്പുറമായ ബിരുദം. അങ്ങനെ നമുക്ക് കേട്ടാൽ തോന്നുന്ന ഒരു കാപട്യ വാക്കാണ് സത്യാനന്തരം. എന്നാൽ സത്യാനന്തരം എന്നുള്ള പദം കൊണ്ട് ഇന്ന് എല്ലാവരും അറിയാവുന്നതുപോലെ വിവക്ഷിക്കുന്നത് നുണ ആവർത്തിച്ച് പറഞ്ഞ് നുണയെ സത്യമാക്കുന്ന നുണയുടെ ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ലോകത്തെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെയല്ല യാഥാർത്ഥ്യം എപ്പോഴും. നമുക്ക് ചില ആളുകളെ കണ്ടാൽ, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ വലിയ കുഴപ്പമില്ല, സത്യമൊക്കെ പറയുന്ന ആളാണ് എന്ന് തോന്നും. പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സത്യത്തിൻ്റെ അംശം പോലും നമ്മളില്ലാതെ വരും. അതുകൊണ്ട് ഈ വചനം നമ്മളെ സത്യമനുഷ്യരാക്കി തീർക്കണം. സത്യാനന്തര മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാണുന്നതൊന്ന് ഉള്ളിലൊന്ന്. ഈ ദ്വന്ദ്വം സൃഷ്ടിക്കുന്ന നരകമല്ല നമുക്ക് വേണ്ടുന്നത്. ഈ ദ്വന്ദ്വത്തിൽ നിന്ന്, ഈ രണ്ടിൽ നിന്ന് ഒരുമയിലേക്ക്, ഒന്നിലേക്ക്, സത്യത്തിലേക്ക് നമുക്ക് നീങ്ങാനായിട്ടാണ് വചനം നമ്മളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു ചിന്ത, ഒരു വാക്ക് നമ്മുടെ സഭയിലെ സാഹിത്യകാരന്മാരിൽ പ്രധാനിയായ പ്രൊഫസർ തോമസ് മാത്യു സാറിൻ്റെ പുസ്തകത്തിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: അത് ആസക്തികളുടെ ഉത്സവകാലം എന്നാണ്. ആസക്തികളുടെ ഉത്സവകാലം. നമ്മളിന്ന് പത്രങ്ങളെല്ലാം വായിച്ചാൽ കാണുന്നത് ഈ ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമകളാകുന്ന മനുഷ്യരെയാണ്. ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമയാകുക എന്ന് പറഞ്ഞാൽ ചില തെറ്റുകൾ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഈ ഭൗതിക ലോകത്തോടുള്ള ഒരു ആസക്തി, മറ്റു മനുഷ്യരെ കീഴടക്കാനായിട്ടും അതിൻ്റെ മേളിൽ നമുക്ക് വാണരുളാനായിട്ടുമുള്ള അധികാരത്തിൻ്റെ ഒരു ആസക്തി, മറ്റു മനുഷ്യരുടെ തെറ്റുകൾ വായിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള നമ്മുടെ ഒരു ആസക്തി, ഇങ്ങനെ ഒരുപാട് ആസക്തികളുടെ അടിമകളായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. ഈ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുന്നതാണ് വചനത്തിൻ്റെ യഥാർത്ഥമായ കേൾവിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
ആമുഖമായി ഈ ദിവസം എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. നമ്മൾ ക്രിസോസ്റ്റം തിരുമേനി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മെത്രാപ്പൊലീത്തയായിരുന്നു. തിരുമേനി ആവർത്തിച്ച് കൺവെൻഷനുകളിൽ പറയുന്ന, കേട്ടാൽ വൈരുദ്ധ്യം എന്ന് തോന്നുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ വേദപുസ്തകം വായന നിർത്തണം, നിങ്ങൾ ഇനിയും വേദപുസ്തകം വായിക്കരുത്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബിഷപ്പ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറയേണ്ടത് വേദപുസ്തകം നിങ്ങൾ വായിക്കണം, ആവർത്തിച്ച് വായിക്കണം, വാക്യങ്ങൾ കാണാതെ പഠിക്കണം എന്നാണല്ലോ പറയേണ്ടത്. എന്നാൽ അദ്ദേഹം പറയുന്നത് വേദപുസ്തകം വായന നിർത്തണം, വേദപുസ്തകം ഇനി നിങ്ങൾ വായിക്കരുത്. പക്ഷേ അവിടെ അദ്ദേഹം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയല്ല, അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുക മാത്രമേ ഉള്ളൂ. വേദപുസ്തകം നിങ്ങൾ പഠിക്കണം, മനോരമ നിങ്ങൾ വായിക്കണം, വേദപുസ്തകം നിങ്ങൾ പഠിക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുന്നവരായിട്ട് മാത്രമല്ല, വേദപുസ്തകം നമ്മെ വായിക്കാൻ അനുവദിക്കണം. പെർമിറ്റ് ദ ബൈബിൾ ടു റീഡ് അസ്. വേദപുസ്തകം നമ്മളെ വായിക്കാൻ അനുവദിക്കുന്നതും നമ്മൾ വേദപുസ്തകം വായിക്കുന്നതും വലിയ വ്യത്യാസമാണ്. ഏറ്റവും ലളിതമായി നമുക്ക് പറഞ്ഞാൽ, നമ്മൾ വേദപുസ്തകം വായിക്കാൻ കൂടുതൽ വായിച്ച് കാണാതെ പഠിക്കുന്നത് കൊണ്ടും ഒക്കെ ഉള്ള നന്മകൾ ഒരുപാട് കാണാം. നമ്മുടെയൊക്കെ വേദപുസ്തകങ്ങൾ എടുത്ത് തുറന്നാൽ നിങ്ങൾക്കിഷ്ടമുള്ള വാക്യത്തിൻ്റെ അടിയിൽ വരകളുണ്ട്. കേൾക്കാം ഈ പറയുന്നത് ആണ്. അത് ചില വാക്യങ്ങൾ വലിയ ഇഷ്ടമായതുകൊണ്ട് അത് ചുവന്ന വേഷ്ടി കൊണ്ട് വരയിടും, പിന്നെ ഹൈലൈറ്റർ കൊണ്ട് വരയിടും, അങ്ങനെ പല കാര്യങ്ങൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, ഒരുപാട് വര അതിൻ്റെ അടിയിൽ കാണും. ആ പേജ് എടുത്താൽ ഒരുപാട് പൊടി കാണും. കാരണം ഇങ്ങനെ കൈകൊണ്ട് മറിച്ച് നിങ്ങളുടെ വേദപുസ്തകത്തിൽ കാണും. മുമ്പേ ദൈവരാജ്യം എൻ്റെ നീതി അന്വേഷിപ്പിൻ, ഇതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പല വരകളുണ്ട് അതിൻ്റെ അടിയിൽ. ആ പേജിലും അതിൻ്റെ കളറ് നല്ല വെള്ളയല്ല, മഞ്ഞയായി ഇങ്ങനെ തിരിച്ച്. നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, വരയില്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക, ആ പേജ് ഒട്ടിയിരിക്കുക. അത് തുറന്നിട്ട് വേദപുസ്തകം വാങ്ങിച്ചണക്ക് പിന്നെ അത് വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് 20ാമത്തെ കുന്നംകുളം സെൻട്രൽ കൺവെൻഷനിൻ്റെ ആമുഖമായി എനിക്ക് പറയാനായിട്ടുള്ളത്, വേദപുസ്തകം നിങ്ങളെ വായിക്കാൻ അനുവദിച്ചാൽ ഇന്ന് നമ്മൾ വരയിട്ട പലതും നമ്മൾ പിന്നെ ഇടുകയില്ല. വരയിടാത്തത് പലതും നമുക്ക് വരയിടാൻ ഇടയാകണം. നന്മയാൽ തിന്മയെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വചനം നമ്മുടെ സിരകളിലൂടെ ഒഴുകാനായിട്ട് നമുക്കിടയാകണം. അപ്പോൾ ഓരോ കൺവെൻഷനും ഒരു സ്പിരിച്വൽ ഡയാലിസിസാണ്. നമ്മുടെ ഈ ശരീരത്തിൻ്റെ രക്തം അത് മലീമസമാകുമ്പോൾ, അത് പൊള്യൂട്ടഡ് ആകുമ്പോൾ നമുക്ക് നല്ല രക്തം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡയാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഈ വചനം എന്ന ആ ഔഷധം നമ്മുടെ ഈ സിരകളിലൂടെ ഒഴുകാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും അതിലുള്ള തിന്മയുടെ സ്വാർത്ഥതയുടെ അണുക്കളെ അത് കഴുകിക്കളയും. അങ്ങനെ നമ്മൾ വായിച്ച് വേദപുസ്തകം നമ്മെ വായിക്കുവാൻ അനുവദിച്ചാൽ നമ്മൾ ശുദ്ധിയുള്ളവരായി തീരും. ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വചനം നിമിത്തം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സഹായിക്കുന്നു. എൻ്റെ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. വേർഡ് പ്യൂരിഫൈസ്. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് ശുദ്ധീകരണത്തിന് മെക്കാനിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ശാസ്ത്രീയമായും മെഡിക്കലായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഏറ്റവും വലിയ ശുദ്ധീകരണം വചനത്താലുള്ള ശുദ്ധീകരണമാണ്. ആ ശുദ്ധി നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഈ താഴ്ചയുള്ള ശരീരം ദൈവം തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് അഭിമന്യ തിരുമേനിയുടെ ഉദ്ഘാടനവും പ്രധാന പ്രസംഗവും ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇച്ചിരി സമയം കിട്ടുമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുന്നു. അങ്ങനെ ഇച്ചിരി സമയം വല്ലപ്പോഴും തരണമെന്ന് എൻ്റെ കൺവീനർ അച്ഛനോട് ഞാൻ താണു വീണ് അപേക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് സംസാരിക്കാം. എങ്കിലും അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തീകരണം വചനവർഷം എന്നുള്ളതായിരുന്നു. വചനം വായിക്കുക, എല്ലാ ദിവസവും വചനം വായിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അന്ന് നമ്മൾ ശക്തീകരിച്ച കാര്യങ്ങൾ ചിലത് നന്നായി നടക്കുന്നതിൽ ഞാൻ ഈ ഭദ്രാസനത്തെ പൊതുവായും ചില ഇടവുകളെ പ്രത്യേകമായിട്ടും അഭിനന്ദിക്കുകയും ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. അത് വേദപുസ്തകം കൈകൊണ്ട് എഴുതുക എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച
എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പോയ നിലമ്പൂരെ പനമണ്ണ് പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ വചനവർഷത്തിൻ്റെ ഭാഗമായി അവർ പുതിയ നിയമവും സങ്കീർത്തനവും പൂർണ്ണമായിട്ട് എഴുതി ബൈൻഡ് ചെയ്ത് അത് ഞാൻ പ്രകാശനം ചെയ്തു. ഈ ഞായറാഴ്ച ചെന്നപ്പോൾ പഴയ നിയമം മുഴുവനും എഴുതി. അത് ഈ ബൃഹത്തായ കൈയെഴുത്ത് പ്രതിയാണ്. അതവിടെ മാത്രമല്ല, പല ഇടവകളിലും ചെയ്തു. ഈ സെൻറ്ററിലും നിശ്ചയമായിട്ടും ചിലയിടത്തിലും ചെയ്തു കാണും, അല്ലെങ്കിൽ ഇനിയും ചെയ്യണം. എനിക്കിന്ന് അവതരിപ്പിക്കാനുള്ള പ്രമേയം അതാണ്. അപ്പോൾ ഈ മുഴുവൻ ആളുകളും ഇവിടെ ഇരിക്കുന്നവരും ഈ സെൻറ്ററിലെ ഈ 20ാമത്തെ കൺവെൻഷൻ്റെ നമ്മുടെ ഒരു ഹോംവർക്കായിട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഈ ഭദ്രാസനത്തിലെ സമയവും ആരോഗ്യമുള്ള മുഴുവൻ ആളുകളും വേദപുസ്തകം കൈകൊണ്ട് എഴുതി തുടങ്ങണം. ചിലപ്പോൾ ഒരു വാക്യം മതിയായിരിക്കും ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ചിലപ്പോൾ അവധിയുള്ള ദിവസം എഴുതാമായിരിക്കും. നമ്മുടെ കരങ്ങൾ വചനം എഴുതിയാൽ, ഇതെൻ്റെ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ, അത് വേദപുസ്തകത്തിൽ എവിടെയുണ്ട് എന്നൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ വചനം നിരന്തരമായി എഴുതുന്ന കൈ, ആ കൈ സ്വാഭാവികമായും വിശുദ്ധമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേദപുസ്തകം എഴുതിയ ഒരു സ്ത്രീ ആ കൈ കൊണ്ട് കറി കരിഞ്ഞാൽ അവരുണ്ടാക്കുന്ന ആ കറി സാക്രമെൻ്റലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിസ്സാരമായ കാര്യമല്ല. ആ കൈ നമ്മൾ ആരെയെങ്കിലും സ്പർശിച്ചാൽ, വചനം എഴുതിയ കൈ കൊണ്ട്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അഭിപ്രായം എന്നേ ഉള്ളൂ, ഇതിനകത്ത് ഇനി അത് ചോദ്യമായിട്ട് വരരുത്. വചനം എഴുതിയ ബിഷപ്പാണെങ്കിലും അച്ഛനാണെങ്കിലും ദൈവജനമാണെങ്കിലും നിരന്തരമായി വേദപുസ്തകത്തിൻ്റെ വിശുദ്ധി എഴുതിയ കൈകൊണ്ട് നിങ്ങളൊരാളെ സ്പർശിച്ചാൽ ആൾക്ക് നന്മയും സൗഖ്യവും വരും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളും പരീക്ഷിച്ച് നോക്കാം. അതുകൊണ്ട് ഒരാൾ മുമ്പേ ഞാൻ പറഞ്ഞ 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അത് ചുമ്മാ എഴുതി വെച്ചിട്ട് ആരുടെയിലും കൈവച്ചാൽ പിന്നെ അത് വല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരു കൈവെപ്പായിട്ട് മാറും. അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് we have given a golden opportunity by the grace of God to transform our profane, our material hands into a spiritual hand. നമ്മുടെ ഈ കരങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുന്ന കരങ്ങൾ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട കരങ്ങളാവും. ഇതിന് സമാനമായി കൈമാത്രമല്ല, യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവാചകൻ കാണുന്ന ഒരു ദർശനം, ഇതുപോലെ ഒരു കൺവെൻഷനോ ഒരു ആരാധനയുടെ നടുവിലോ ഒരു കുർബാനയുടെ നടുവിലോ അദ്ദേഹം കാണുന്ന ദർശനം, യാഗപീഠത്തിൽ നിന്ന് ഒരു കുടിൽ കൊണ്ടൊരു ദൂതൻ ഒരു കനൽ കൊണ്ടുവന്ന് അവൻ പ്രവാചകൻ്റെ നാവിൽ തൊട്ടുവെന്നും അവൻ്റെ അധരം ശുദ്ധിയുള്ളതായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നത്, ഈ ഏത് മാർഗത്തിലൂടെ എന്നെ കേൾക്കുന്നതുമായ മുഴുവൻ ആളുകളോട് ഈ നാളുകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് വീണ്ടും ആവർത്തിക്കട്ടെ. നമ്മളുടെ അധരങ്ങൾ അഗ്നിശുദ്ധി വരുത്തിയതായിരിക്കണം. വചനത്തിൻ്റെ വിശുദ്ധി കൊണ്ട് സ്പർശിക്കപ്പെട്ട ഒരു നാവ് ആരെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പിന്നെ പറയുകയില്ല, ആരെയും വേദനിപ്പിക്കുന്ന സംസാരം പിന്നെ ഉണ്ടാകുകയില്ല. അവൻ്റെ ചുണ്ടും അവൻ്റെ കൈയും എപ്പോഴും അനുഗ്രഹിക്കുന്നതും നന്മ പ്രചരിപ്പിക്കുന്നതുമായ കൈകളാണ്. ഇന്ന് സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്, ഈ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് വിശുദ്ധരായിട്ടുള്ള ആളുകളായി തീരണം. പൗലോസ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അശുദ്ധിയുള്ള ഒരു ലോകം, ആസക്തികളുടെ ലോകം, പ്രലോഭനങ്ങളുടെ ലോകം, മറ്റ് മനുഷ്യരെ പരിഹസിക്കുന്ന ഒരു ലോകം, ഇവിടെ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ക്രൈസ്തവ സഭയെ ദൈവമാക്കിയിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. അങ്ങനെ വിശുദ്ധരായി ജീവിച്ച് അശുദ്ധിയുള്ള ലോകത്തെ ക്രമേണ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്ന പരമപ്രധാനമായ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദിത്വം അതുതന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് ആ വാക്ക് തന്നെ നമ്മളോട് പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അങ്ങനെയുള്ള ഒരു നന്മയുള്ള സമൂഹം നമുക്കുണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇവിടെ അകലത്തിലിരിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നില്ല, കൊയറുകാരടുത്തായതുകൊണ്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന പ്രായമുള്ളവരോട് ചോദിച്ചില്ല, കാരണം അവരതിൻ്റെ ഇടയ്ക്ക് വല്ലതും കലർപ്പ് ചേർക്കുമെന്ന് കണ്ടിട്ട്
ഒരു 13, 14, 15 വയസ്സുള്ള കുട്ടികളോടാണ് ചോദിച്ചത്. അപ്പോൾ ഈ ലൈനിലിരിക്കുന്ന കുട്ടികളോട് ചോദിക്കാം, നിങ്ങൾ വചന കൂടാരത്തിലിരിക്കുന്നത് കൊണ്ട് സത്യം മാത്രം കുന്നംകുളംകാർ പറഞ്ഞ് പഠിച്ചത് കൊണ്ട് നിങ്ങൾ സത്യമേ പറയുക എന്നുള്ള വിശ്വാസത്തിന്മേൽ ചോദ്യം ഒക്കെയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ലോക അല്ലെങ്കിൽ ലൗകിക സംസാരങ്ങളാണോ ദൈവ സംസാരമാണോ കൂടുതൽ? മലയാളം ഒരുമാതിരി ഏതാ കൂടുതൽ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ ഫലപ്രഖ്യാപനം നടത്താം. കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ഉത്തരം ലോക സംസാരമാണ് കൂടുതൽ. കുന്നംകുളംകാരെ, നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ലോക സംസാരം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നാം ലോകക്കാരാണ്. എന്നാൽ നമ്മൾ ലോകത്തിലാണ്, പക്ഷെ നമ്മൾ ലോകക്കാരാണ്. അതുകൊണ്ട് ഒരു ദൈവം അനുവദിക്കുക ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറയാം, ഒരു ദിവസം നിങ്ങൾ ലോക സംസാരം നടത്തുന്നതിന് ആനുപാതികമായ ദൈവ സംസാരം നിങ്ങളുടെ വീടുകളിലുണ്ടാകണം. ഞാൻ പറയുന്നത് മര്യാദയാണോ മര്യാദകേടാണോ? എന്നാ മര്യാദ. ഞാൻ വല്ലപ്പോഴും മര്യാദ പറയും. ഈ 20ാമത്തെ കൺവെൻഷനിലെ ആദ്യത്തെ മര്യാദയായിട്ട് നിങ്ങൾ കാണുക. അതെ, വാട്സാപ്പിൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ അത്രയും വേദപുസ്തകം വായിക്കുന്നതിന് സമയം കണ്ടെത്തുന്നത് നല്ല കാര്യമോ ചീത്ത കാര്യമോ ആ മുമ്പിലിരിക്കുന്നവർ. കേൾക്കുന്നില്ലല്ലേ? ഏതാണ്? വാട്സാപ്പിൽ മറ്റൊരുത്തന് വിഷമം വരുന്നത് യാതൊന്നും 20ാമത്തെ കൺവെൻഷൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ തീരുമാനിക്കാം. ഞാൻ ഇനിയും എഴുതുകയോ ഫോർവേഡ് ചെയ്യുകയോ ഇല്ല. ഞാൻ വിചാരിക്കുന്നു ഈ സാത്താന്യ ശക്തി ഈ ലോകത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി പൈശാചിക ലോകമാക്കാനുള്ള തന്ത്രങ്ങളിൽ ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മീഡിയയുടെ ഉപയോഗവും ദുരുപയോഗവും. അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന, നിങ്ങളുടെ മക്കൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം വന്നാൽ അത് വേറെ ഒരു കുട്ടിയുടെ പഠിച്ചാൽ നല്ലതാണെങ്കിൽ അത് നമുക്ക് ഫോർവേഡ് ചെയ്യാം, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാം. എന്നാൽ നമുക്ക് ക്ഷതം വരുന്നതാണ് നമ്മൾ കേട്ടാൽ എന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് വേറെ ഒരാളിനെ ക്ഷതം വരുത്താതിരിക്കുക. അതുകൊണ്ട് ഈ വർഷത്തെ കൺവെൻഷൻ ഇപ്പോൾ അഭിമന്യ തിരുമേനി ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഷാജി തോമസ് അച്ഛനാണ് പ്രസംഗിക്കുന്നത്. അച്ഛൻ നമുക്ക് സുപരിചിതനാണ്. അച്ഛൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒരാളിനെക്കുറിച്ച് വല്ലാതെ പൊക്കി പറയുന്നത് കേൾക്കുന്നത് പൂർണ്ണമായി സ്വീകരിക്കത്തക്കവണ്ണം എൻ്റെ മനസ്സ് വളർന്നിട്ടില്ല. മനസ്സിലായോ? എന്നാലും എൻ്റെ മനസ്സ് വൈകൃതമായി പോയതിന് അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട വചന പ്രഘോഷകനാണ്. ഞാൻ അച്ഛനെ കണ്ടപ്പോഴേ അച്ഛൻ എൻ്റെ ഒരു സ്നേഹിതനായതെന്ന് പറഞ്ഞു, ഇന്ന് ചെറിയ തൂവാല മതിയോ അതോ വലിയ തോർത്ത് വേണോ? കാരണം അത് കേൾക്കുമ്പം നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറയും, അത് ഒഴിയൊക്കെ ചെയ്യും. അപ്പോൾ അച്ഛനെ ബുദ്ധിമാൻ അച്ഛൻ പറഞ്ഞു, തിരുമേൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ് അതിനനുസരിച്ച് ഞാനിന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തൂവാലയ്ക്ക് തൂവാല, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കയ്യിലുള്ളത് കൊണ്ട് തൂക്കാനും ഒക്കെ ആവശ്യത്തിനുണ്ട്. പുരുഷന്മാരെന്തെങ്കിലും ഒന്ന് കരുതി വെച്ചേക്കുന്നത് നല്ലതാണ്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മളിന്ന് ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ എന്നെ അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കാതിരിക്കുക. വചനം വായിക്കുന്നവർ മാത്രമല്ല, വചനത്താൽ പറഞ്ഞു വായിക്കപ്പെടണം. പെർമിറ്റ് ദ ബൈബിൾ ടു റീഡ് അസ്. വേദപുസ്തകം. അപ്പോൾ നമ്മൾ പുതിയ അധ്യായങ്ങൾ, പുതിയ വാക്യങ്ങൾ അതിൻ്റെ അടിയിൽ വരയിടപ്പെടും. അത് നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരു സ്പിരിച്വൽ ഡയാലിസിസ് നടക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പാപത്തിൻ്റെ അണുക്കൾ ഇല്ലാതെയാകും. നമ്മൾ ദൈവിക ജീവൻ്റെ പുതിയ രക്താണുക്കൾ നമ്മളിൽ വളരും. പിന്നീട് നിങ്ങൾക്ക് ആത്മീയ മരണമില്ല, പിന്നെ നിങ്ങൾക്ക് രോഗമുണ്ടാകുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വിഷയങ്ങൾ, അത് പറയാൻ എനിക്ക് അനുവാദമില്ല. പക്ഷേ ആത്മീയ മരണം പിന്നെ നമുക്ക് ഉണ്ടാകുകയില്ല. നമ്മൾ ക്രിസ്തുയേശുവിൽ സ്വതന്ത്രരാക്കപ്പെടും. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുകയും. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ആ വചനത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും. ഇവിടെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ എത്രയോ ഹൃദ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊന്ന് തന്നെ ഇന്ന് കാലാവസ്ഥ നമുക്ക് അനുകൂലമായി, പല സ്ഥലങ്ങളിലും നല്ല മഴയുണ്ട്. ഇതെല്ലാം ദൈവം ചെയ്യേണ്ടതെല്ലാം ദൈവം ഇതാ നമുക്ക് ചെയ്തിരിക്കുന്നു.
ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതെല്ലാം ദൈവമേ ഞങ്ങൾ ചെയ്യുമെന്ന് വിനയത്തോടുകൂടെ നമുക്ക് ഏറ്റു പറയണം. അതുകൊണ്ട് ഇത് പാപമേറ്റു പറയലിൻ്റെ പൊതുവായിട്ടല്ലെങ്കിലും വേണം ഒരു സമയമാണ്. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറയുന്നവനോ കരുണ ലഭിക്കും. കരുണ ലഭിച്ച് കാരുണ്യമുള്ളവരായി ദൈവത്തിൻ്റെ കരുത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. ഈ ദിവസങ്ങളെല്ലാം വചനം കേൾക്കാം. ഈ ദേശത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഓർത്തു. വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ദേശത്തിൻ്റെ സൗഖ്യം, ലോകത്തിൻ്റെ അനുഗ്രഹം, സൗഖ്യം, വ്യക്തികളുടെ രൂപാന്തരം, സഭയുടെ അനുഗ്രഹം, സഭകളുടെ അനുഗ്രഹങ്ങൾ ഇതിന് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.